എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവയാനിയും നയനയും കൂടെ വന്നതിൻ്റെ ഉദ്ദേശം അവർ പറയുന്നുണ്ട്. നന്ദുവിനെ ഒന്ന് കാണണം, നന്ദുവിനെ ഒന്ന് ഉപദേശിക്കണം, അതൊക്കെ തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നന്ദു അകത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും. രണ്ടുപേരോട് വാ അമ്മ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോവാണ്. അന്നേരം കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഓ രണ്ടുപേരോടെ എന്ത് സ്നേഹമാണ്, ഇതിനു മുമ്പ് എങ്ങനെ കഴിഞ്ഞവരാ, കാണുമ്പോൾ കൊതിയാവുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കനക. ഏതായാലും അവർ റൂമിലോട്ട് ചെല്ലുമ്പോൾ എന്തോ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നന്ദുവിന് ഇവരെ കാണുന്ന നന്ദു ചാടി എഴുന്നേക്കൂട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, ഞാനിവിടെ വരുമ്പോഴൊക്കെ നിന്നെ ഉപദേശിക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മോളെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിനക്കറിയാലോ. ഇനി ഒരിക്കലും മോള് അനിയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും വെക്കരുത്. അനിയെ കണ്ടാൽ കൂടുതൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്, കാണാനേ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം ദേവേനയും പറയുന്നുണ്ട്, മോള് കാരണം അനിയും അനാമികയും തമ്മിൽ വേർപിരിയാൻ ഇടയാവരുത്, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് മോൾ ഇനി ഒരിക്കലും അനിയെ കോണ്ടാക്ട് ചെയ്യരുത്. അവൻ മോളോട് ഇഷ്ടം കാണിച്ച് വന്നാൽ പോലും മോള് മാറി നടക്കണം എന്നൊക്കെ പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് മോള് ട്രെയിനിങ്ങിന് പോകും, അത് കഴിയുമ്പം പിന്നെ തിരിച്ചു വന്നു കഴിയുമ്പോഴും ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ തിരക്കാണല്ലോ, ആ സമയത്തൊന്നും അനിയുമായിട്ടുള്ള ബന്ധം വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുന്നുണ്ട്. അന്നേരം അതിനിടയ്ക്ക് ദേവയാനി പറയുന്നുണ്ട്, ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധം നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഈ വിവാഹം നടക്കില്ലായിരുന്നു. എനിക്കന്ന് നയനമോളെ പോലും ഇഷ്ടമല്ലായിരുന്നു എന്നത് ശരിയാണ്, പക്ഷേ ആദർശൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ഈ കാര്യങ്ങൾ അറിയിക്കുമായിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ വിവാഹം നടത്തിയില്ലെങ്കിൽ പോലും ഈ അനാമികയുമായിട്ടുള്ള വിവാഹം കുറച്ചുകൂടെ നീട്ടിവെച്ചേനെ. വിവാഹത്തിന് മുമ്പും അനി എന്നോട് പറയാറുണ്ടായിരുന്നു, അവൻ ഈ വിവാഹം ഇഷ്ടമല്ല, വേണ്ട എന്നൊക്കെ. പക്ഷെ ഞാനായിരുന്നു അവനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നേനെ. ഏതായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വിവാഹം കഴിഞ്ഞു പോയി. ആ സ്ഥിതിക്ക് നമ്മൾ ഇനി അനിയുമായിട്ടുള്ള ബന്ധം വെക്കരുത്, അത് അവരുടെ ജീവിതം നശിക്കുന്നതിന് കാരണമാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിന് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അന്നേരം ദേവേനി നന്ദുവിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞൊക്കെ മോൾക്ക് വിഷമമാക്കിയോ എന്ന്. അന്നേരം നന്ദു പറയില്ല, വേണ്ട കാര്യങ്ങൾ മാത്രമല്ലേ അമ്മ പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നന്ദു പറയുന്നുമുണ്ട്. അത് കഴിഞ്ഞ് ദേവേനി അങ്ങോട്ട് പോകുന്നു. ദേവേനി അങ്ങ് പോയി കഴിയുമ്പം നയന നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോള് കേട്ടല്ലോ, ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ, മോള് ജീവിതത്തെ പ്രാവർത്തികമാക്കണം. എൻ്റെയും ആദർശൻ്റെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പം അനിയുടെയും അനാമികയുടെയും ജീവിതം നശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നയനയും പോകുന്നത്. ഏതായാലും ഈ ഉപദേശം കൂടെ കഴിയുമ്പോഴേക്കും ആകെ വിഷമാവുന്നുണ്ട്. പിന്നീട് അഭിയാണ് കാണിക്കുന്നത്. അഭി പയ്യെ ആദർശിൻ്റെ അടുത്തോട്ട് വരുവാട്ടോ, കുറച്ച് പൈസ ചോദിക്കണം, അതിനു വേണ്ടിയാണ് മനസ്സിലോർക്കുക, ഓ ഭാര്യയുടെ ഡിസൈൻ കൊണ്ട് ബിസിനസ് തകർക്കുക, എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. എന്നിട്ട് പയ്യെ അടുത്തോട്ട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, ഏട്ടാ വിഷു ഒക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പം, ആ വിഷു ഒക്കെയാണ്, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് വിഷുക്കൈ നീട്ടം കൃത്യമായിട്ട് തന്നിരിക്കുമെന്ന് പറയും. അന്നേരം അതല്ല, വിഷുവായിട്ട് നവ്യയ്ക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്, അതിന് എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, നിനക്ക് കിട്ടുന്ന പൈസയ്ക്ക് യാതൊരു ചിലവില്ലല്ലോ, അത് അക്കൗണ്ടിൽ കാണില്ല, അതുകൊണ്ട് മേടിച്ച് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പം, അങ്ങനെയല്ല, അവൾക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കണമെന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ ഈ സ്നേഹം എന്നോട്ടാ തുടങ്ങിയത്, ഞാൻ ഇതുവരെ നീ അവളെ സ്നേഹിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെങ്കിൽ ഞാനും നയനയും കൂടെ മേടിച്ചു കൊടുത്തോളാം എന്ന് പറയും. നേരം അഭി പറയുവാണ്, അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അവളുടെ വില എനിക്ക് മനസ്സിലാവുന്നത്, എനിക്കിപ്പോൾ അവളെ കാണാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഇടയ്ക്ക് അവളെ പോയി കാണാറൊക്കെ ഉണ്ട് എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ അവൾ പ്രഗ്നൻ്റ് ആയതിന് ശേഷം നീ അവളെ സ്നേഹിക്കുന്നതോ അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല. 7-ാം മാസത്തെ ചടങ്ങിന് പോലും ഒരു സാരി പോലും മേടിച്ചു കൊടുത്തില്ല, അന്ന് മുല്ലപ്പൂ മേടിക്കാനാണ് എന്ന് പറഞ്ഞ് പുറത്തു പോയ നീ വെറും കയ്യോടെ വന്നേക്കുന്നത്, എന്നിട്ട് നീ ഇങ്ങനെ പറയുമ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല ഏട്ടാ, ഞാൻ ഇപ്പം ശരിക്കും മാറി തുടങ്ങി, ഞാൻ അവളെ സ്നേഹിച്ച് തുടങ്ങി, ഞാൻ ഇടയ്ക്ക് അവളെ കാണാൻ പോകാറൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുവാണ്. അന്നേരം ആദർശ് പറയും, അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, ഏതായാലും നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കാം, ഇതൊക്കെ ചെയ്ത് കാണണം കേട്ടോ ഞാൻ പിന്നീട് എന്നിങ്ങനെ ആദർശ് ഒരു താക്കീത് പോലെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദർശം പോയി കഴിയുമ്പോഴേക്കും അഭിക്ക് ദേഷ്യമാണ്, ഓ നക്കാപ്പച്ചിയെ തരുന്നേ, എന്നിട്ടും അവൻ്റെ ഒരു അഭിനയം എന്നൊക്കെ ഇങ്ങനെ അഭി മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നീട് നന്ദുവിനെ നവ്യയാണ് കാണിക്കുന്നത്. രണ്ടുപേരോട് പറയുക,
പറയുവാണ് അമ്മായിമ്മയും മരുമോളൂടെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സ്നേഹമാണ്, കണ്ടാൽ കൊതിയാകുമോ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശിൻ്റെ കോള് വരുന്നത്. ആദർശിന് ഭയങ്കര സംശയം, നയന മനഃപൂർവ്വം ആദർശിനെ ഒഴിവാക്കിയതാണോ എന്ന്. അതറിയാൻ വേണ്ടിയാണ് ആദർശ് ഫോൺ വിളിക്കുന്നത്. നന്ദുവിനെ വിളിച്ചിട്ട് നന്ദുവിനോട് ചോദിക്കും, എന്തൊക്കെയുണ്ട് നന്ദു വിശേഷം, ഇനി നന്ദുവിന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ഇനിയൊന്നും വാങ്ങിക്കാനില്ല, എനിക്ക് വേണ്ടതെല്ലാം ചേച്ചി വാങ്ങിച്ച് തന്നായിരുന്നു എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കും, നയനെ അങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോൾ വന്നില്ല, അതെന്താന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടുന്ന് പർച്ചേസിങ്ങിനാന്ന് പറഞ്ഞ് അവൾ പോയായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയും. എന്നിട്ട് നവ്യ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആദർശ് ചോദിക്കുന്നുണ്ട്, നവ്യക്ക് സുഖമല്ലേ എന്ന്. അന്നേരം ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അഭി വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഭി ഏട്ടൻ വരാറൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുവാണ്. അങ്ങനെ അത്യാവശ്യം ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷമാണ് ആദർശ് ഫോൺ വയ്ക്കുന്നത്. വെച്ച് കഴിയുമ്പം നവ്യയോട് പറയുന്നുണ്ട്, എന്നെ വിളിച്ച് ചോദിച്ചത് ആദർശേട്ടനാണ് ഈ കാര്യങ്ങളൊക്കെ, ആദർശേട്ടനോട് പറയാൻ പറ്റുമോ അമ്മായിമ്മയും മരുമോളും ഇവിടെ ഉണ്ടെന്ന്, രണ്ടുപേരോട് സ്നേഹിക്കുന്ന കാര്യം ഇതുവരെ ആദർശേട്ടനോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നന്ദു പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടൻ എല്ലാ കാര്യത്തിനും നയനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, ആ സ്ഥിതിക്ക് ഇത് ആദർശേട്ടനോട് പറയാതിരിക്കുന്നത് മോശമാണ് എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതും ആദർശേൻ്റെ അമ്മ തന്നെയല്ലേ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം നവ്യ പറയും, അതിലും കാര്യമുണ്ട്, കാരണം എത്രത്തോളം വെറുത്തുകൊണ്ടിരുന്നതാണ് നയനേനെ ആദർശേൻ്റെ അമ്മ, ഇനിയിപ്പോൾ ഇതുപോലെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം എല്ലാവരുടെയും മുമ്പിൽ പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ട് കാണും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ നവ്യ പറയുന്നുണ്ട്, ഈശ്വര ഇങ്ങനെയൊരു മാറ്റം ഇനി എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഉണ്ടാകുന്നത് എന്നാണോ എന്ന്. അന്നേരം നന്ദു പറയും, അയ്യോ ചേച്ചി കരളല്ല, ഹൃദയം കൊടുത്താൽ അവർ ചേച്ചിയെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനിയിപ്പോൾ അബിയുടെ മാറ്റമെങ്കിലും ഒറിജിനലായാൽ മതിയായിരുന്നു, അതിൽ സത്യസന്ധത ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് നന്ദു പറയുമ്പോൾ അതാണ് എൻ്റെയും പ്രാർത്ഥന എന്ന് നവ്യ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും കനകയുടെ അടുക്കളയിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അന്നേരം അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനിയും ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ ഞാനും കൂടെ കൂടട്ടെ എന്ന് ചോദിക്കും. അന്നേരം നയന പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇന്ന് അമ്മ ഇവിടുത്തെ അതിഥിയാണ്, ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ, അയ്യോ അങ്ങനെ ഉണ്ടാക്കാതെ ഞാനങ്ങനെ മാറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒറ്റപ്പെട്ടു പോകും, എനിക്ക് അതങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനും കൂടാം എന്ന് പറഞ്ഞ് കൂടുവാണ്. അതിനിടയ്ക്ക് ദേവയാനി പറയുന്നുണ്ട്, എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയാണ് ഇവരുടെ ഒരു കുഞ്ഞ് എന്നത്, അതിന് ഇനിയിപ്പം ചികിത്സ മാത്രം പോരാ, ദൈവങ്ങളെയും കൂട്ടുപിടിക്കണമെന്നാണ് തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ യാത്രകളൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. ഇവിടെ പിന്നെ വീട്ടിലുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുത്തശ്ശന് ക്യാൻസർ വന്ന കാര്യവും അന്നേരം ഭയങ്കര വിഷമമായിരുന്നു എന്നൊക്കെ കനക പറയുന്നുണ്ട്. മുത്തശ്ശനെ പോലെ ഒരു കാരണവര് എല്ലാ വീടുകളിലും വേണം, എങ്കിലേ ഈ ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കുന്ന പിള്ളേരെയൊക്കെ പറഞ്ഞ് ശാസിച്ച് നേർവഴിക്ക് നയിക്കുകയുള്ളൂ എന്നൊക്കെ ദേവയാനിയോട് കനക പറയുക കേട്ടോ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് അതുപോലെ കാരണവന്മാർ, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അതിന് വില കൊടുക്കില്ലല്ലോ, അവർക്കൊരു പേര് വിട്ടിട്ടുണ്ട് പുരാവസ്തു എന്ന്, അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കുശലമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ദേവേന് പറയുന്നുണ്ട്, ഇനി എല്ലാവരും ഒരു ദിവസം അവിടെ വന്ന് നിൽക്കണം കേട്ടോ, നന്ദു ട്രെയിനിങ്ങിന് പോകും, പിന്നെ നിങ്ങൾ തന്നെയല്ലേ ഉള്ളൂ, അന്നേരം അവിടെ വന്ന് നിൽക്കണം എന്നിങ്ങനെ പറയുമ്പം നയന പറയുന്നുണ്ട്, ഒരു 7-ാം മാസക്കാരി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അമ്മ മറന്നുപോയോ എന്ന്. അന്നേരം ദേവേന് പറയും, 7-ാം മാസം കഴിഞ്ഞല്ലോ, 8 ആയില്ലേ, ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ കുഞ്ഞ് വരും, പിന്നെ കുഞ്ഞിൻ്റെ നൂലിട്ട് കഴിഞ്ഞാൽ ഏതായാലും നവ്യ അങ്ങോട്ട് വരും, അത് കഴിയുമ്പോൾ ഇവർക്കും വന്ന് നിൽക്കാമല്ലോ, ഇതിനു മുമ്പ് വന്ന് നിന്നപ്പോൾ എനിക്ക് കനകയ്ക്ക് ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റിയില്ല, അതിൻ്റെ വിഷമം എനിക്കങ്ങ് തീർക്കണം എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, അന്നേരവും അമ്മായിമ്മ മരുമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആരോടും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയും. അന്നേരം ദേവേന് പറയും, പറയാൻ പറ്റില്ലല്ലോ, എനിക്കെല്ലാം ഉണ്ടാക്കി തരാനൊക്കെ പറ്റുമല്ലോ, അത് മതിയെന്ന്. ഏതായാലും ഇവർ ഫ്രണ്ടിലോട്ട് വന്നതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരമാണ് നന്ദു കാണുന്നത്, നമ്മുടെ ആദർശ് അങ്ങോട്ട് വരുന്നത്. ആദർശിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നതേ നന്ദു ഓടി അകത്തോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, അതേ ആദർശേട്ടൻ വന്നിട്ടുണ്ടെന്ന്. അധികം ചാടി എഴുന്നേക്കും കേട്ടോ ദേവയാനി. അന്നേരം നയന പറയും, അമ്മ അകത്തോട്ട് പോക്കുമെന്ന്. ദേവയാനി അകത്തേക്ക് പോകുന്ന സമയം കൊണ്ട് ആദർശ് അകത്തോട്ട് കയറി വരും. ആദർശിന് നല്ല സംശയമുണ്ട്, ദേവയാനിയുടെ കാർ അവിടെ കിടക്കുന്നത് കണ്ടപ്പം ഒന്ന് സൂക്ഷിച്ച് നോക്കി ഇങ്ങനെ സംശയിച്ച് നിന്നിട്ടൊക്കെയാണ് ആദർശ് അകത്തോട്ട് കയറി വരുന്നത്. അപ്പോൾ ആദർശ് അകത്തോട്ട് കയറി വരുന്നേക്കും എല്ലാവരുടെയും മുഖത്തൊരു പരിഭവവും ഒരു വെപ്രാളവും ഒക്കെയാണ്. അന്നേരം ആദർശ് അത് ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് കഴിയുമ്പോൾ, മോൻ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വിളിച്ചൊന്നും ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ആദർശ് പറയും, ഇതുവഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കയറിയെന്നേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് നയനയോട് ചോദിക്കും, നിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന്. അന്നേരം കഴിഞ്ഞു ആദർശേട്ടാന്ന് പറയുമ്പോൾ, നീ ഇങ്ങോട്ട് വന്നത് അമ്മയുടെ വണ്ടിക്കാണോ എന്ന് ചോദിക്കും. അന്നേരം അതിന് മറുപടി പറയാൻ പെട്ടെന്ന്, ഇതെന്താ ആദർശൻ്റെ കയ്യിൽ കുറേ കവറൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ബാക്കി ആദർശ് ചോദിച്ചതിന് മറുപടി അങ്ങോട്ട് നയന പറയുന്നില്ല. അന്നേരം ആദർശ്, ഇത് ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്താണ്, വിഷു ഒക്കെ അല്ലേ, എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു, നീ തന്നെ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞ് നയനയുടെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ കറികളുടെ മണമൊക്കെ വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം നയന പറയും, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ്
ആണ് പാചകം ചെയ്തത് അതിൻ്റെ ആയെന്ന് പറയുക കേട്ടോ. അന്നേരവും നയന പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്ന കാര്യം ആദർശേട്ടൻ ഒന്ന് വിളിച്ച് പറയാമായിരുന്നു എങ്കിൽ ആദർശേട്ടന് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കായിരുന്നു എന്ന് പറയുമ്പം ആദർശ് പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉള്ളത് കൂട്ടി ഞാൻ കഴിച്ചോളാം എന്ന് പറയും. എങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിൽ അങ്ങോട്ട് പോകുമ്പോഴും ആദർശ് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഞാൻ കയറി വന്നപ്പം എല്ലാവരുടെയും മുഖത്ത് ഒരു പരിഭ്രമം ഉണ്ടായിരുന്നല്ലോ, എന്നെ ഇപ്പം ഈ സമയത്ത് ഇവിടെ പ്രതീക്ഷിക്കാത്തതുപോലെ ഭയന്നതുപോലെ ഒക്കെ തോന്നിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഈ സമയം ദേവേൻ നേരെ ഓടി വന്ന് കയറി ഇത് ആദർശ് അവിടെ വരുമ്പോൾ ഉപയോഗിക്കുന്ന റൂമിലേക്കാട്ടോ. ഏതായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു, എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുക എന്ന് കനക നയനയോട് പറയുന്നു. നവിയും നന്ദുവൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങുവാണ് കനക. അന്നേരം ആദർശ് ചോദിക്കുക, അതെന്താ അമ്മ ഇരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാന്ന് പറയുമ്പോൾ, ആ മോൻ കഴിക്കാൻ തുടങ്ങിക്കോ, വിളമ്പിക്കോ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് കനക പോകുന്നത്. കനക നേരെ പോകുന്നത് ദേവയാനിയുടെ അടുത്തോട്ടാണ്. അന്നേരം ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, ഈ റൂമിലാണോ വന്ന് കയറിയത്, ഇത് ആദർശ് മോൻ ഇവിടെ വരുമ്പോൾ ഉപയോഗിക്കുന്നതാണെന്ന് പറയുമ്പോൾ, ആ എനിക്ക് മനസ്സിലായി, ഞാനിവിടെ വന്ന് കബോർഡൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അവന് ഡ്രസ്സൊക്കെ ഇരിക്കുന്നത് കണ്ടു എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, ആദർശ് മോൻ എടുത്തു തന്ന വീടല്ലേ, അതുകൊണ്ട് ഏറ്റവും നല്ല റൂം മോന് വേണ്ടി തന്നെ മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ ദേവേനി പറയും, ഇനി അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഇനി നിങ്ങളുടെ വീടാണ് എന്ന്. അന്നേരം പിന്നെയും കനകയ്ക്ക് സങ്കടം, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കിയത്, ഇനിയിപ്പോൾ അത് സാധിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, എനിക്കിനിയും വരാലോ, അവർ കഴിക്കട്ടെ, ആദർശിന് ഇപ്പം നയനെ കാണാതിരിക്കാൻ പറ്റിയല്ല, ഉച്ചയായപ്പം ഇനിയിപ്പം ഭാര്യയെ കാണാം, ഭാര്യയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് അവർ ശല്യം ചെയ്യേണ്ട, ഏതായാലും അവന് സംശയമൊന്നും തോന്നാത്ത രീതിയിൽ നിങ്ങളങ്ങ് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയും. അന്നേരവും കനക ഇങ്ങനെ പറയുവാണ്, മോൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറൊന്നും ഉള്ളതല്ല, ഇപ്പം ഈ എന്താ പോലും ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ സംശയത്തോടെ പറയുന്നുണ്ട്. അന്നേരം ദേവേനയും പറയുന്നുണ്ട്, അവനങ്ങനെ ജോലിക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കാറൊന്നുമില്ല, ഇതിപ്പം നയനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്നിങ്ങനെ ദേവയാനിയും പറയുന്നു. പക്ഷേ ഈ സമയത്ത് ആദർശിന് ഭയങ്കര സംശയമാട്ടോ, കാരണം ആദർശ് വന്നു കഴിഞ്ഞാൽ അടുത്ത് നിന്ന് വിളമ്പി കൊടുക്കുകയും അവിടെ തന്നെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന കനക അപ്പുറത്തേക്ക് പോയിട്ട് കണ്ടില്ലല്ലോ, അതുകൊണ്ട് അപ്പുറത്തേക്ക് നോക്കി ഇങ്ങനെ സംശയത്തോടെ നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.